കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് വീണ്ടും ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 12-ന് കൊച്ചി ഇ ഡി ഓഫീസിൽ ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥിയായ ഐസക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടിയാണ്. രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്കിൽ കൂടിയാണ് ഐസക് ഇപ്പോൾ കടന്നുപോകുന്നത്. അതിനിടയിൽ ഇ ഡിയും നടപടി ഇങ്ങനെ തുടരുകയാണ്. വീണ്ടും നോട്ടീസ് നൽകുന്നു അല്ലേ? കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇത് 6ാം തവണയാണ് തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം ഉണ്ടായിരുന്നു. അതായത് ഇ ഡിക്ക് ആ വകുപ്പ് പ്രകാരം നോട്ടീസ് നൽകാൻ അവകാശമുണ്ട്. അങ്ങനെ നോട്ടീസ് ലഭിക്കുന്നവർ അതിനെ കൃത്യമായി തന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നതായിരുന്നു ആ നിരീക്ഷണം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ നേരത്തെ 2 തവണ ഈ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് തോമസ് ഐസക്കും കിഫ്ബിയും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. ആദ്യ തവണ ഈ ഹർജികൾ തീർപ്പാക്കി. 2ാം തവണ കിഫ്ബി പറഞ്ഞു 26-ന് തങ്ങൾ ഹാജരാകാമെന്ന് പറഞ്ഞു. പക്ഷേ സിഇഒ എത്തില്ല, മറ്റു ഉദ്യോഗസ്ഥർ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ കിഫ്ബി ഉദ്യോഗസ്ഥർ എത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐസക്കിന് കൂടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐസക് ഇപ്പോൾ LDFന്റെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പ്രചരണത്തിലാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ നോട്ടീസ് ചെന്നിരിക്കുന്നത്. രേഖകളുമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഐസക് ഇക്കാര്യത്തിൽ എന്തു പറയും എന്നത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിരവധി തവണ ഈ നോട്ടീസ് നൽകിയിട്ടും ഹാജരായിരുന്നില്ല തോമസ് ഐസക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഈ കിഫ്ബി മസാല ബോണ്ട് അനുവദിച്ചതിൽ തോമസ് ഐസക്കിന്, അന്നത്തെ ധനകാര്യമന്ത്രിക്ക് കൃത്യമായിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ്. എന്നാൽ ഐസക് പറഞ്ഞിരുന്നത് ഇത് കൂട്ടായുള്ള തീരുമാനമെന്നാണ്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന ചില രേഖകളും ഇ ഡി തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും തോമസ് ഐസക്കിന് നോട്ടീസ് നൽകുന്നത്. എന്തായാലും ഈ തുടർ നടപടിക്രമങ്ങൾ ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ കൂടുതൽ ശക്തമാക്കാനാണ് ഇ ഡിയുടെ നീക്കം. ഈ മസാല ബോണ്ട് ഇറക്കിയത്, അതോടൊപ്പം തന്നെ ഇതിൽ ഫണ്ട് വിനിയോഗം, ഈ 2 കാര്യങ്ങളിലാണ് ഇ ഡി പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ഇതിൽ ഫെമ വയലേഷൻ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടമാണ്. അതിൽ സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് നിൽക്കുന്നു. എന്തായാലും ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. 12-ാം തീയതി ഐസക് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് സുപ്രധാനമാണ്. ഇനി ഐസക് വരാതിരുന്നാൽ തുടർച്ചയായി ഇത്രയും തവണ ഈ നോട്ടീസിനെ അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇ ഡി നടത്തുന്ന തുടർ നീക്കങ്ങളും വളരെ സുപ്രധാനമായിരിക്കും. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.